നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദി പ്രോ ലീഗിൽ അൽ നസറിന് തകർപ്പൻ ജയം. ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് അവർ അൽ ഖുലൂദിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ ഗോളടി മികവ് തുടരുകയാണ്. ഒപ്പം മുഹമ്മദ് സിബാക്കൻ്റെ ഗോൾ ഉണ്ടായിരുന്നു. പിന്നെ പെനാൽറ്റിയിലൂടെ കിങ്സ്ലി കോമൻ ഒരു ഗോൾ കണ്ടെത്തി. ജാവോ ഫെലിക്സ് പിന്നും പ്രകടനമാണ് നടത്തിയത്. ഇരട്ട അസിസ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ വകയുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും സ്വന്തമാക്കിയത്. കളി ജയിച്ചതോടുകൂടി അൽ നസർ ഇപ്പോൾ അൽ ഹിലാലിന് തൊട്ടുപുറകിലാണ്. 3 പോയിന്റ് വ്യത്യാസമാണ് ഇപ്പോൾ ഈ 2 ടീമുകൾ തമ്മിലുള്ളത്. അൽ ഹിലാൽ 1-ാം സ്ഥാനത്തും അൽ നസർ 2-ാം സ്ഥാനത്തുമാണ്. 18 കളി 46 പോയിന്റാണ് അൽ ഹിലാലിനെങ്കിൽ 18 കളി 43 പോയിന്റ് ഉണ്ട് ഇപ്പോൾ അൽ നസറിന്. സോ ഒറ്റ കളിയിൽ കാര്യങ്ങൾ മാറി മറിയാവുന്നതേ ഉള്ളൂ. അടുത്ത വീക്കിൽ, അതായത് ഫെബ്രുവരി 2-ന് അൽ ഹിലാലും അൽ അഹ്ലിയും തമ്മിലുള്ള കളിയുണ്ട്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഏതായാലും കാത്തിരിക്കാം. ഇത്തവണത്തെ സൗദി പ്രോ ലീഗ് ഫോട്ടോ ഫിനിഷിങ്ങിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ മത്സരത്തിൽ അൽ ഖുലൂദിൻ്റെ മൈതാനത്ത് അൽ നസറിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും ജാവോ ഫെലിക്സും സാദിയോ മാനയും കിങ്സ്ലി കോമനും ഒക്കെ ഒരുമിച്ചാണ് അണിനിരന്നത്. പക്ഷേ ആദ്യ പകുതിയിൽ അത്ര മികച്ചൊരു പ്രകടനമല്ല അൽ നസറിൽ നിന്നുണ്ടായത്. ആരാധകർക്ക് നിരാശ. എന്നാൽ ഇടവേള സമയത്ത് താൻ താരങ്ങളുമായിട്ട് കണിശമായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു എന്ന് കളിക്ക് ശേഷം മോർഗെ ഹീസസ് പറയുന്നുണ്ട്. ആ അഡ്ജസ്റ്റ്മെൻറ്റ് 2-ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഫലം കണ്ടു. 47-ാമത്തെ മിനിറ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോൾ വന്നു. മനോഹരമായൊരു നീക്കമായിരുന്നു. അതിന് അവസാനത്തിൽ ജാവോ ഫെലിക്സ് തളികയിൽ എന്ന വണ്ണം നീട്ടിക്കൊടുത്ത പന്ത് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ ഗോൾ കണ്ടെത്തി അൽ നസറിന് ലീഡായി. പിന്നീട് അങ്ങോട്ടേക്ക് വീണ്ടും ജാവോ ഫെലിക്സിൻ്റെ വഴിയിലൂടെ തന്നെയാണ് ഗോൾ പിറക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു അസിസ്റ്റിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ കോർണറിൽ നിന്നാണ് സിബാക്കൻ്റെ ഗോൾ പിറക്കുന്നത്. സിബാക്കന് ഈ സീസണിൽ സൗദി പ്രോ ലീഗിൽ നേടുന്ന ആദ്യ ഗോളാണത്. 53-ാമത്തെ മിനിറ്റിൽ സിബാക്കൻ്റെ ഗോൾ അൽ നസർ 2-0 മുന്നിൽ. പിന്നെ കളി പുരോഗമിക്കവേ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കോച്ച് പിൻവലിച്ചു. യഹ്യയെ കളിക്കളത്തിലേക്ക് വിട്ടു. എന്നാൽ കളിയുടെ അവസാന ഘട്ടത്തിൽ പെനാൽറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. CR7 ഇല്ലാത്തത് കൊണ്ട് പെനാൽറ്റി എടുത്തത് കിങ്സ്ലി കോമനാണ്. അദ്ദേഹം അത് അനായാസം വലയിലേക്ക് എത്തിച്ചതോടുകൂടി 87-ാമത്തെ മിനിറ്റിൽ ആ ഗോൾ വന്നതോടുകൂടി ഏകപക്ഷീയമായ 3 ഗോളുകളുടെ തകർപ്പൻ ജയത്തിലേക്ക് അൽ നസർ കടന്നുപോയി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.